കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില നമ്മൾ മനസ്സിലാക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ വല്ലാത്ത വേദനയും ഭാരവും അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഈ പ്രിയപ്പെട്ട അമ്മച്ചി 90-ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ട് യാത്രയാകുമ്പോൾ നമുക്ക് കർത്താവായ ഈശോ മിശിഹ നൽകിയിട്ടുള്ള മനോഹരമായ ഒരു വചനമുണ്ട്. നിങ്ങൾക്കൊരു വാസൽ ഒരുക്കുവാൻ ഞാൻ പോകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ മീൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ പ്രിയപ്പെട്ട റോബിനച്ചായനെ വിളിക്കുന്നത്. എനിക്ക് ആ പ്രദേശത്തേക്കുള്ള വഴി വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കരവാളൂർ അഞ്ചൽ പ്രദേശത്തൊക്കെ ഇരുന്നിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിലൊക്കെ കൈരേഖകൾ പോലെ ചിരപരിചിതമായിരുന്ന വഴികളാണ്. പക്ഷേ പ്രായത്തിൽ അതത്ര കണ്ട ഓർമ്മയിലേക്ക് എത്തിപ്പെടുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ പ്രിയപ്പെട്ട അച്ചാനെ വിളിച്ചിട്ട് ഈ വഴികൾ ചോദിച്ചു. മീൻകുളത്തേക്കുള്ള വഴി എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അച്ചാനോട് ചോദിച്ചു, കരവാള വഴിയല്ലേ വരുന്നത്, വീട്ടിൽ കയറുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ ഞാൻ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ തിരികെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഈ അച്ചായൻ്റെ ഭവനത്തിൽ ഉച്ചനേരത്തോട് അടുപ്പിച്ച് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഒരു നിറച്ചിരിയുമായി അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് വേറെ സന്തോഷം. അമ്മച്ചി അടുത്ത വയലെ വർഗീസച്ചൻ അല്ലയോ എന്നോട് ചോദിച്ചു. 90 വയസ്സുള്ള ഈ അമ്മച്ചി എന്നെ ഓർക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അസാധാരണമായ വിധത്തിലുള്ള ഒരു അത്ഭുതമോ ആശ്ചര്യമോ ഒരുപാട് സന്തോഷമോ ഒക്കെയാണ് ഹൃദയത്തിൽ തോന്നിയത്. പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അരമണിക്കൂർ മുമ്പ് പരിചയപ്പെട്ട ഒരാളിനെ എത്ര പെട്ടെന്നാണ് മറന്നു പോകുന്നത്. പക്ഷേ 25 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. എങ്കിൽ പോലും അമ്മച്ചി എന്നെ ഓർത്തെടുക്കുന്നു 90-ാമത്തെ വയസ്സിലും എന്ന് ഓർക്കുമ്പോൾ അമ്മച്ചിയുടെ ആ ഓർമ്മശക്തിയുടെ നന്മ, കാഴ്ചയുടെ നന്മ, ഇതൊക്കെ 90 വയസ്സ് വരെയും നിലനിന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായി ദൈവത്തിൻ്റെ കരുതലായിട്ടും കാണുന്നു. എപ്പോഴും ആ കുടുംബം മുഴുവൻ ദത്തശ്രദ്ധമായിരുന്നു ഈ അമ്മച്ചിക്ക് എല്ലാ ശുശ്രൂഷകളും കൊടുക്കുവാനായിട്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കരവാളൂർ ദേശത്ത് ശുശ്രൂഷ ചെയ്തു വരവേ ഞാൻ അമ്മച്ചിയെപ്പറ്റി പലപ്പോഴും പറഞ്ഞിരുന്നത് മദർ തെരേസയെ പോലെയുള്ളൊരു അമ്മച്ചി എന്നുള്ളതാണ്. രൂപം കൊണ്ടും മദർ തെരേസയെ പോലെയായിരുന്നു, കർമ്മം കൊണ്ടും മദർ തെരേസയെ പോലെയായിരുന്നു. തൻ്റെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം രീതിയിൽ ആളുകൾക്ക് സഹായം ചെയ്യാനും ദേവാലയത്തിന് സഹായം ചെയ്യുവാനും, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്നുള്ള തിരുവചനം അടിവരയിടുന്ന ഒന്നാണ് ഈ അമ്മച്ചിയുടെ ജീവിതം. മറ്റു മനുഷ്യരോട് അസാധാരണമായ വിധത്തിൽ കരുണയും സ്നേഹവും ഈ അമ്മച്ചി കാട്ടിയിരുന്നു. അവരുടെ ജീവിതാന്ത്യം വരെ ഒരു പ്രയാസവും വരാതെ ദൈവം അവരെ സംരക്ഷിച്ചതും നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യതയുള്ളതാണ്. പ്രിയപ്പെട്ട റൂബിനച്ചായൻ്റെ ഭവനത്തിലായിരുന്നു അമ്മച്ചിയുടെ അവസാന സമയങ്ങളിലെ വാസം. കാരണം ഇളയ മകൻ്റെ ഒപ്പമായിരുന്നു, ബിജുവിൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. അവരെല്ലാവരും കുവൈറ്റിലേക്ക് പോയപ്പോൾ അമ്മച്ചി റോബിൻചാൻ്റെ കൂടെ താമസിക്കുന്നു. ഒരു കുറവും അമ്മച്ചിക്ക് വരാത്ത രീതിയിലും ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകിക്കൊണ്ടും ഈ അമ്മച്ചിയെ ഏതെല്ലാം രീതിയിൽ കരുതി എന്നുള്ളത് വളരെ ദൈവത്തിൻ്റെ ദൃശ്യനെ നന്ദിയോടുകൂടി ഓർക്കുകയും അവരുടെ ആ വലിയ ത്യാഗങ്ങൾക്ക് ദൈവം തമ്പുരാൻ ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുമാണ്. എപ്പോഴും അമ്മച്ചിയെ കണ്ടിട്ടുള്ളത് അത്രയും ഒരു നിറച്ചിരിയുമായിട്ടാണ്. ചിലരുടെ സാന്നിധ്യം തന്നെ നമ്മളെ അസാധാരണമായ വിധത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ ഉളവാക്കുന്നതുമാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സാന്നിധ്യം അങ്ങനെയായിരുന്നു. ഇടപെടുന്നവർക്ക് എല്ലാവർക്കും ആഴമായ വിധത്തിലുള്ള ഒരു ബലം നൽകുന്ന, ആത്മബലം നൽകുന്ന, അസാധാരണമായ വിധത്തിൽ പ്രാർത്ഥനയുടെ ഒരു മഹിളാരത്നമായിരുന്നു പ്രിയപ്പെട്ട അമ്മച്ചി. ഒരിക്കലും പരാതിയോ പരിഭവമോ അമ്മച്ചി പറയുന്നതോ ആരെയെങ്കിലും പറ്റി കുറ്റം പറയുന്നതോ കുറവ് പറയുന്നതോ ഒന്നും കേൾക്കാനായിട്ടിടയായിട്ടില്ല. എപ്പോഴും സൗഹൃദത്തിൻ്റെ ഒരു വലയം എപ്പോഴും തൻ്റെ ഒപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു ഈ അമ്മച്ചി. എല്ലായിടത്തും ഈ അമ്മച്ചി താൻ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറി നിന്നാലും ഈ അമ്മച്ചി എല്ലാവരും ശ്രദ്ധിക്കും. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ
അത്രമാത്രം ഒരു സ്നേഹത്തിൻ്റെയോ ഒരു ആത്മീക ചൈതന്യത്തിൻ്റെയോ ഒക്കെ ഒരു സരണി അവരിൽ നിന്നും എപ്പോഴും പുറത്തേക്ക് ഒഴുകിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് കാലത്തിൻ്റെ യൗവനിയിലേക്ക് ഈ വത്സല മാതാവ് കടന്നു പോകുമ്പോൾ കണ്ടുകണ്ടിട്ടില്ലാത്തതും കേൾവിപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യസങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായ ദേശത്തിൻ്റെ പുണ്യം ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് എന്ന തിരുവചനത്തിന് അടിവരയിട്ട് നമുക്ക് മുമ്പിൽ വലിയ മാതൃകയെ നൽകിക്കൊണ്ട് കടന്നുപോയ അമ്മച്ചി. എല്ലാ ആവുന്നിടത്തോളം കാലം എൻ്റെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അന്നും അമ്മച്ചി ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. ആ സമയത്തും അമ്മച്ചി എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാ കുർബാനകൾക്കും ഈ അമ്മച്ചിയുടെ സജീവ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും നഷ്ടപ്പെട്ടു പോയതായിട്ട് ഓർക്കുന്നില്ല. എല്ലാ ദിവസങ്ങളിലും കുർബാനയ്ക്ക് വരാൻ ദത്തശ്രദ്ധയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെയും എത്രയോ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒരമ്മ മനസ്സിൻ്റെ കരുതൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അമ്മച്ചി സ്വർഗീയ ഭാഗ്യം പ്രാപിക്കും എന്നുള്ള കാര്യം ഒരിക്കലും തർക്കം ഉള്ള സംഗതിയല്ല. കാരണം ദൈവത്തെ അത്രമാത്രം വിളിച്ച് ദൈവത്തിൻ്റെ കരങ്ങളെ ജീവിതം സമർപ്പിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴിത്താരകളിലും ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ച് ജീവിച്ച് ഈ അമ്മച്ചി സ്വർഗത്തിലെത്തും എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കർത്താവ് പറയുന്നുണ്ടല്ലോ, വാസൽ ഒരുക്കുവാനായിട്ട് ഞാൻ പോകുന്നു എന്നല്ല ചെയ്ത ദൈവം ഈ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യവാസലങ്ങളിൽ ഇടം കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.